ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് പൂരിയാണ്. അതിന് മാവ് എടുത്തിട്ടുണ്ട്, പിന്നെ ആട്ട മാവാണ് ആശീർവാദിൻ്റെ. അപ്പം ഇതിലേക്ക് ഉപ്പൊഴിച്ചു കൊടുക്കാം. ഉപ്പൊഴിച്ചിട്ട് ഒരിതുണ്ട്, ലേശം മഞ്ഞ കളറിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ശകല മഞ്ഞൾപ്പൊടി. പിന്നെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ചൂടാക്കി വെച്ച വെള്ളം കുറച്ച് നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായി കുഴയ്ക്കാം. കൈ കൊണ്ട് നല്ലതുപോലെ കുഴയ്ക്കണം. സോഡാപ്പൊടി ചേർക്കണവരും ഉണ്ട് കേട്ടോ, ഞാൻ സോഡാപ്പൊടി ചേർക്കാറില്ല. പിന്നെ ഈ മഞ്ഞ പൊടി ഇടുമ്പോഴത്തേക്ക് ചിലർ കളർ പൊടി ചേർക്കും, പക്ഷേ ഇച്ചിരി ഒന്ന് കളർ കിട്ടും, അതിന് വേണ്ടിയാണ്. അപ്പം ഇത് നമുക്ക് നന്നായി കുഴച്ചു കൊടുക്കാം. ലേശം വെള്ളം ഒഴിച്ചൊഴിച്ച് കുഴയ്ക്കാം. വെട്ടി തിളപ്പിക്കൂല വെള്ളം. പിന്നെ അല്ലാതെ ഈ മാവിങ്ങനെ കലക്കി കോരി വീത്തുന്ന ഇതുമുണ്ട്, നമുക്കിങ്ങനെ ഞവിടണ്ട, അങ്ങനെ ഉണ്ടാക്കും. ഇത്തിരി നല്ലതുപോലെ കുഴച്ചെടുത്താൽ നല്ല പൊള്ളി വരും. പൂരിക്കുള്ള മാവ് സെറ്റാക്കി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കണം, കണ്ട, നല്ല സ്പോഞ്ച് കണക്ക്. അങ്ങനെ അവിടെ ഇരിക്കട്ടെ. ആ നേരത്തിന് സോയാബീൻ കറി വയ്ക്കാം. അപ്പം ഇന്ന് സോയാബീനും പൂരിയാണ്. ചട്ടി അടുപ്പത്ത് വെച്ച് സോയാബീൻ കറി വയ്ക്കാൻ ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരാനുള്ള എണ്ണ മതി, കുറച്ച്. ഇനി കടുകിടാം. കടുക് ഒന്ന് പൊട്ടട്ട്. കടുക് പൊട്ടാൻ എന്ത് എത്ര താമസം? രാവിലെയൊക്കെ ആയതുകൊണ്ടായിരിക്കും കടുവിനൊരു വിഷമം. എണ്ണയിൽ തിളച്ച എണ്ണയിലിടണം എന്നുള്ളൊരു വിഷമമായിരിക്കും. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇനി സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റിയിട്ട് ശകല ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരണമല്ലോ അങ്ങനെ. പിന്നെ നമുക്ക് കറിയിൽ നോക്കിയിട്ട് ഉപ്പിട്ടിട്ട് ഇളക്കിയതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിരിക്കണേ. ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. എങ്കിൽ ആ ഉള്ളി എല്ലാം കൂടെ അതിൽ, അല്ലെങ്കിൽ അത് വേറിട്ട് കിടക്കും. ഇതാവുമ്പോൾ വഴണ്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇനി മല്ലിപ്പൊടി ഇടാം. 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി തീ കുറച്ചിടാം. തീ കൂടിക്കഴിഞ്ഞാൽ ഈ അരപ്പെല്ലാം കൂടെ അങ്ങ് കരിഞ്ഞു പിടിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതെല്ലാവരും വെക്കണത് തന്നെ കേട്ടോ, എല്ലാവർക്കും അറിയാം. എൻ്റെ രീതിക്ക് ഞാൻ വെക്കണം അങ്ങനെയാണ്. പിന്നെ ഈ മുളക് പൊടി അല്ലാതെ ഈ പച്ച മുളക് അരച്ചിട്ടും വെക്കും. മുളക് അരച്ചിട്ട് മുളക് ഇതിലോട്ട് ഇടും, സോയാബീനിലിട്ട് വേവിക്കും. പക്ഷെ അതിൽ കുറുമക്കറി പോലെ ഇരിക്കും, അങ്ങനെയും വെക്കും തേങ്ങാപ്പാലിൽ. ഇത് അരപ്പെല്ലാം നല്ലതുപോലെ ഇതായിട്ടുണ്ട്. ആ പച്ച ചുവയൊക്കെ അങ്ങ് മാറി. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു മുറിയുടെ പകുതിയൊക്കെ എടുക്കുള്ളൂ കേട്ടോ. ഒരു മുറി തേങ്ങാപ്പാലൊന്നും തേങ്ങയൊന്നും തിരുവിക്കില്ല, കുറച്ച്. ഇത് എൻ്റെ സ്മെല്ല് പിടിക്കില്ല. ഇട്ടതിന് ശേഷം
അതാ കറി മസാല പൊടിച്ച് വെച്ചിരിക്കുന്നത് കുറച്ചിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇളക്കി ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് സോയാബീൻ വേവണമല്ലോ. എന്നിട്ട് ഉപ്പുണ്ടാന്ന് നോക്കാം. ഉപ്പില്ല. ഇപ്പോഴും നമ്മൾ സവാളയിലല്ലേ ഉപ്പിട്ടത്, അപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പൊഴിച്ച് കൊടുക്കാം. മതിയാവും. പൊഴിച്ച് ഇളക്കി ഇതൊന്ന് ഇളക്കിയിട്ട് സോയാബീൻ്റെ അരപ്പ് നന്നായി തിളച്ചിട്ടുണ്ടല്ലോ, അപ്പം ഇതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇട്ട് ഒന്ന് ഇത് വേവാൻ താമസമില്ലല്ലോ, പെട്ടെന്ന് വേവില്ലേ. ഇപ്പം ഇളക്കിയതിന് ശേഷം ഇച്ചിരി മസാലയും കൂടെ ഇടാം. കുറച്ചല്ലേ ഇട്ടുള്ളൂ. ഇട്ട് ഇനി ഉപ്പ് ഇതിൽ പിടിക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്, ഞാൻ നോക്കി ഉപ്പുണ്ട്. അപ്പം ഇതിലോട്ട് ഉപ്പ് പിടിക്കട്ടെ. ആ നേരത്തിന് പൂരിക്ക് കുഴയ്ക്കാം. ഇനി ഇതിങ്ങനെ ചെറിയ ചെറിയ ബോളുകളാക്കി ഉരുട്ടാം. ഞാൻ ബോളുകളാക്കി വെച്ച് ഇനി ഇതിലോട്ട് വെച്ച് നമുക്ക് ഒന്ന് നോക്കട്ടെ ഇങ്ങനെ വരുമെന്ന്. നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. കുഴപ്പമില്ലാത്ത രീതിക്ക് വന്നു. ഞാൻ എണ്ണ വരട്ടാം, അല്ലെങ്കിൽ അതിൽ പറ്റിയിരിക്കും. നല്ലോണം ഇങ്ങനെ വരാൻ വേണ്ടിയാണ് ഇതാക്കണത്. എന്താ ഇപ്പോഴും എണ്ണ തടവാം. രാവിലെ വ്യായാമം എന്താ അടിപൊളിയായിട്ട് വന്നു. ഇനി ഇതെല്ലാം ഇതുപോലെ ആക്കിയെടുക്കാം. പൂരി എല്ലാം പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി അടുപ്പിൽ വെച്ച്, ചെറിയ ചട്ടിയാണ് കേട്ടോ, ചട്ടിയേ ഉള്ളു. ഇപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണയിലൊന്നും പറ്റൂല, കുറച്ചുകൂടെ ഒഴിക്കാം. മൂത്ത് ഇതിന് പൊരിച്ചെടുക്കണ്ടേ, വേണമെങ്കിൽ പിന്നെ വീട്ടിൽ കൊടുക്കാം. ഇനി എണ്ണ ചൂടാവട്ടെ. ചൂടാവുമ്പോൾ പൂരി ഇട്ട് കൊടുക്കാം. ഇത് പരത്തി വെച്ചിരിക്കണത് ഇട്ട് കൊടുക്കാം. അപ്പോഴീ എണ്ണ മൂത്ത് ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. അത് പൊള്ളി വരണമല്ലോ. പൊള്ളി വരുന്നുണ്ട് കേട്ടോ. ഇനി മറിച്ചിടാം. ഇനി ഒന്ന് തീ കുറച്ച് കൊടുക്കാം. എടുക്കണമായിരുന്നു. ഇനി അടുത്തതിടാം. ഇങ്ങനെ നമ്മളെ പൂരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട എണ്ണ ഇങ്ങനെ ഇട്ടപ്പോൾ ഒരു ഉള്ളി എണ്ണ തെറിച്ച്. ഇത് നമ്മളിങ്ങനെ ഈ കമ്പിക്ക് കുത്തിയെടുക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് എണ്ണ ഇറങ്ങും. എണ്ണ ഇറങ്ങാതെ ശ്രദ്ധിച്ചോളണം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പൂരിയും സോയാബീൻ കറിയും. ഇറച്ചി പോത്തിറച്ചി വെച്ചണക്കൊണ്ട്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ലേശം ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഫാത്തിമ ഒന്ന് കഴിച്ചു നോക്കാം. വാ, സോയാബീൻ കഴിച്ചു നോക്കട്ടെ. കറക്റ്റ് ഉപ്പും. ഞാൻ ഇതിൻ്റെ മണം അടിച്ചപ്പം വിചാരിച്ചു ഈ അടുത്ത ഹോട്ടലിൽ ഇറച്ചിയുടെ മണം വരണം. അപ്പോഴാണ് ഞാൻ പിന്നെ ചിന്തിച്ച് ഇവിടെയാണ് ഇരുന്ന് ഈ കറി ഇരുന്ന്. കൊള്ളാം അല്ലേ? ടേസ്റ്റ് ഉണ്ടല്ലോ. പൂരിയാ എന്നാ നോക്ക്, തിരിപ്പിച്ച് തിന്ന് നോക്ക്. മഞ്ഞപ്പൊടി ചേർത്തത്, അതാണ് ഈ മഞ്ഞ കളർ. ലേശം മഞ്ഞപ്പൊടി നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ മുക്കണം.
ഇതാ ഉണ്ടോ ആ പോത്തിറച്ചി എന്ന് പറഞ്ഞ് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.